നമസ്കാരം. CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. കാർഷിക സർവകലാശാല ഫാം വർക്കേഴ്സ് യൂണിയൻ CITU തൊഴിലാളികൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ ദിനം ആചരിച്ചു. സ്കൂൾ കുട്ടികളെ ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന 500 ഗ്രാം കഞ്ചാവ് മിഠായി ഒല്ലൂർ പോലീസ് പിടികൂടി. UP സ്വദേശി രാജു സോങ്കറാണ് പിടിയിലായത്. ഭക്തജനങ്ങൾക്ക് ഭീഷണിയായ തൃശൂർ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്തെ നായ്ക്കനാലിലെ ആൽമരത്തിന്റെ ശാഖകൾ മുറിച്ചുമാറ്റി. ആൽമരത്തിന് ചികിത്സയും ആരംഭിച്ചു. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാത മുടിക്കോട് പാണഞ്ചേരി ബസ് സ്റ്റോപ്പിന് സമീപം പേപ്പർ റോൾ കയറ്റി വന്ന ലോറി മറിഞ്ഞു. വിശദമായ വാർത്തകളിലേക്ക്. കാർഷിക സർവകലാശാലയിലെ ഫാം വർക്കേഴ്സ് യൂണിയൻ CITU തൊഴിലാളികളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് 2024 ജൂലൈ 10 പ്രതിഷേധ ദിനമായി ആചരിച്ചു. കേരളത്തിലെ മുഴുവൻ സ്റ്റേഷനുകളിലും പ്രതിഷേധ പരിപാടി നടന്നു. തൊഴിലാളികളിൽ നിന്നുള്ള ക്ലാസ് 4 പമ്പ് ഓപ്പറേറ്റർ, ട്രാക്ടർ ഡ്രൈവർ തുടങ്ങിയ നിയമനങ്ങളുടെ തടസ്സങ്ങൾ ഒഴിവാക്കി കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കുക, സർവകലാശാലയുടെ ഫാമുകളിൽ കാലങ്ങളായി ജോലി ചെയ്തു വരുന്ന കാഷ്വൽ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക, ഫാം അഡ്വൈസറി കമ്മിറ്റി ചേരാത്ത സ്റ്റേഷനുകളിൽ ഫാം അഡ്വൈസറി കമ്മിറ്റി വിളിച്ചു ചേർത്ത് ഫാമുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക, അഡ്വൈസറി കമ്മിറ്റികളിൽ തൊഴിലാളി പ്രതിനിധികളായിട്ടുള്ള GC മെമ്പർമാരെ കൂടി ഉൾപ്പെടുത്തി കമ്മിറ്റി കൂടുക, ഫാമിലെ ലൈറ്റ് വർക്ക് ജോലികൾ തൊഴിലാളികൾക്ക് സീനിയോറിറ്റി അനുസരിച്ച് നൽകുക, തൊഴിലാളികളുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും അടങ്ങുന്ന കൈപ്പുസ്തകം ഉടൻ തയ്യാറാക്കുക, കൈപ്പുസ്തക നിർമ്മാണ കമ്മിറ്റിയിൽ തൊഴിലാളി പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തുക, തിരുവല്ല, പാമ്പാടുംപാറ, വെള്ളാനിക്കര തുടങ്ങിയ സ്റ്റേഷനുകളിൽ നിലനിൽക്കുന്ന കാഷ്വൽ തൊഴിലാളി ലിസ്റ്റിൽ നിന്ന് ആവശ്യമായ തൊഴിലാളി നിയമനം നടത്തുക, തൊഴിലാളി കുടുംബങ്ങളുടെ ആശ്രിത നിയമനങ്ങൾക്കുള്ള കാലതാമസം ഒഴിവാക്കി പ്രത്യേക പരിഗണന നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ പരിപാടി നടന്നത്. യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PR സുരേഷ് ബാബു വെള്ളാനിക്കരയിലെ സർവകലാശാല ആസ്ഥാനത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന ട്രഷറർ TV ഗോവിന്ദൻ, കാസർഗോഡ് സംസ്ഥാന യൂണിയൻ ഭാരവാഹികളായ A രാജൻ, വയനാടും പൂങ്കുളം ബാലകൃഷ്ണൻ, വെള്ളാനിയിൽ ജനറൽ കൌൺസിൽ മെമ്പർ VT സതീഷ് കുമാർ, കുമരകത്തും KV വേണു, തവനൂരും പ്രതിഷേധ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അതിന് നിങ്ങൾക്ക് മറുപടി തരണമെന്നുണ്ട്. പക്ഷെ അത് അനന്തമായി നീണ്ടുപോകുകയാണ്. പക്ഷേ ഇനി ഞങ്ങൾ ഇങ്ങനെ അനന്തമായി നീട്ടിപ്പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം CITUവിന്റെ അവകാശ ദിനമായി ഇന്ന് ഇന്ത്യ രാജ്യത്ത് മുഴുവൻ കൊണ്ടാടുകയാണ്. ആ ദിനത്തിൽ കൊണ്ടാടുമ്പോഴാണ് CITU ഫാം വർക്കേഴ്സ് യൂണിയൻ എന്ന രീതിയിൽ കാർഷിക സർവകലാശാലയിൽ ഇതൊരു പ്രതിഷേധ ദിനമായി സംഘടിപ്പിക്കുന്നത്. ഇനി ഞങ്ങൾ ഒരു ദിനമായി നിങ്ങൾ ഇത് കാണേണ്ടതില്ല. 14 ജില്ലകളിൽ നിന്നുള്ള തൊഴിലാളികൾ CITUവിന്റെ നേതൃത്വത്തിൽ കാർഷിക സർവകലാശാലയുടെ ആസ്ഥാന മന്ദിരത്തിന് മുമ്പിൽ എത്ര കാലം വേണമെങ്കിലും ഞങ്ങൾ നേടിയെടുത്ത അവകാശങ്ങളെ സംരക്ഷിക്കുവാൻ ഇതിനു മുമ്പിൽ ഞങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും പ്രതിഷേധം സംഘടിപ്പിക്കാൻ മടിയില്ല എന്ന് ഈ അധികാരികൾ ഓർത്താൽ നല്ലത്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് ഞങ്ങളെ തള്ളിവിടാതെ തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾ, ക്ലാസ് 4 നിയമനമടക്കം, പമ്പ് ഓപ്പറേറ്റർ നിയമനമടക്കം, ട്രാക്ടർ ഡ്രൈവർ നിയമനമടക്കം, കേഷൻ തൊഴിലാളികളുടെ സ്ഥിരപ്പെടുത്തുന്ന അടക്കമുള്ള പരിപാടികളിലേക്ക്, അതിന്റെ നടപടികളിലേക്ക് എന്താണ് തടസ്സമെങ്കിൽ അത് മാറ്റിക്കൊണ്ട് കാർഷിക സർവകലാശാലയിലെ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണം എന്നാണ് ഈ ദിനത്തിൽ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഫാം വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് പറയാനുള്ളത്. അത് അനന്തമായി നീട്ടിക്കൊണ്ടുപോകുവാൻ ഞങ്ങൾ ഇനി അനുവദിക്കില്ല എന്നും തൊഴിലാളികളുടെ പ്രതിഷേധ സമരത്തെ നിങ്ങൾ വെറുതെ തള്ളരുത് എന്ന് മാത്രം നിങ്ങളോട്. സ്കൂൾ കുട്ടികളെ ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന 1/2 കിലോ കഞ്ചാവ് മിഠായി പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശ് സ്വദേശിയെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. UP സ്വദേശി സോൻഗറിനെയാണ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ സ്ക്വാഡും ഒല്ലൂർ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് സത്തടങ്ങിയ 79 മിഠായികളും സ്കൂട്ടറും പിടിച്ചെടുത്തു.
ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അജേഷ്, പ്രിൻസിപ്പൽ SI ബൈജു KC, CPO വിനീത്, ലഹരിവിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളായ അഭീഷ് ആന്റണി, അനിൽകുമാർ, വിപിൻ ദാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ഭക്തജനങ്ങൾക്ക് സുരക്ഷാ ഭീഷണി. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ നായ്ക്കനാലിലെ വലിയ ആൽമരത്തിന്റെ ശാഖകൾ മുറിച്ചുമാറ്റി. KFRIയുടെ നേതൃത്വത്തിൽ ചികിത്സയും ആരംഭിച്ചു. വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്തെ നായ്ക്കനാലിലെ വലിയ ആൽമരത്തിന്റെ ശിഖരങ്ങളാണ് ദേവസ്വം ബോർഡ് അധികൃതർ മുറിച്ചുമാറ്റിയത്. ആലിന്റെ ശാഖകൾ ദ്രവിച്ച് ഭക്തജനങ്ങൾക്കും മൈതാനത്തിലെത്തുന്നവർക്കും ഭീഷണിയായതിനെ തുടർന്നാണ് മുറിച്ചുമാറ്റിയത്. ഏത് സമയത്തും ശാഖകൾ നിലം പതിക്കാവുന്ന അവസ്ഥയിലായിരുന്നു. KFRI വനശാസ്ത്രജ്ഞന്മാരുടെ നിർദ്ദേശപ്രകാരമാണ് ശാഖകൾ മുറിച്ചുമാറ്റുന്നതെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി സെക്രട്ടറി M. മനോജ് കുമാർ പറഞ്ഞു. നായ്ക്കനാലിലെ വലിയ ആലിന് 100-ലധികം വർഷം പഴക്കമുള്ളതായാണ് കണക്കാക്കുന്നത്. ക്ഷേത്ര മൈതാനത്തെ ഏറ്റവും പഴക്കം ചെന്ന ആൽമരങ്ങളിൽ ഒന്നാണിത്. വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലിക്കായി വേദി ഒരുക്കിയപ്പോൾ നായ്ക്കനാലിൽ ആലിന് സമീപത്തുള്ള ശാഖകൾ മുറിച്ചിരുന്നു. ശ്രീമൂലസ്ഥാനത്തെ ആലിനും സമാന രീതിയിലുള്ള ചികിത്സ തുടരുന്നുണ്ട്. KFRI വനശാസ്ത്രജ്ഞൻ ഡോക്ടർ സുജൻ പാലിന്റെ നേതൃത്വത്തിലാണ് ചികിത്സ. 3 മാസം നീണ്ടു നിൽക്കുന്ന ചികിത്സയ്ക്കു ശേഷം ആൽമരം പൂർണ്ണസ്ഥിതിയിലാകുമെന്ന പ്രതീക്ഷയിലാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് അധികൃതർ. ഇതിൻ്റെ ഒരു കാലപ്പഴക്കം മാത്രമല്ല, ഇതൊരു വയസ്സൻ ആലായി അതുപോലെ ശിഖരങ്ങളിലൊക്കെ കുറച്ച് അപകടകരമായ രീതിയിൽ ഇത് താഴ്ന്നു വന്നത്. പിന്നെ മാത്രമല്ല ഇതിൻ്റെ തടികൾക്കുള്ളിൽ ചെറിയ സുഷിരങ്ങളൊക്കെ കണ്ടു. അപ്പം അങ്ങനെ കണ്ടപ്പോൾ ഇത് ഒരു അപകടം. ഈ വഴിയിൽ കൊണ്ട് ധാരാളം ഭക്തജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ്. വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ക്ഷേത്ര മൈതാനത്തിലേക്കൊക്കെ വരുന്ന ആ ഒരു പ്രത്യേക ഒരു ഗേറ്റ് വേണം. അപ്പം അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് ഒരു അപകടാവസ്ഥയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മറ്റു കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇതിനുവേണ്ടി പരിശോധന ബന്ധപ്പെട്ട ഇതിനായിട്ട് നടത്തുക. കേരള ഫോറസ്റ്റ് KFRI റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വനഗവേഷണത്തിൻ്റെ ശാസ്ത്രജ്ഞർ വന്നിട്ട് പരിശോധിച്ച് അവരെ അടയാളപ്പെടുത്തിയ ചില്ലകളാണ് ഇപ്പോൾ മുറിച്ച് മാറ്റുന്നത്. മുഴുവനായിട്ടും വേരോടെ പിഴുതു മാറ്റി. അപകടകരമായ ചില്ലകൾ KFRI മാർക്ക് ചെയ്തതായിട്ടുള്ള ബ്രാഞ്ചസ് മാത്രമാണ് ഇപ്പോൾ മുറിച്ച് മാറ്റുന്നത്. ശ്രീമൂലസ്ഥാനത്തിൻ്റെ വലിയ ചികിത്സകളൊക്കെ കൊടുക്കണം. അതുപോലെ ഇതിന് എന്തെങ്കിലും ചികിത്സ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു കണക്ക് പ്രകാരം ശ്രീമൂലസ്ഥാനത്തുള്ള ആലിനേക്കാളും കുറേ കൂടെ ഒരു പഴക്കമുണ്ട്, കുറേ കൂടെ ശക്തമാണ്. അത്ര വലിയൊരു കേട് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും അടുത്ത ഒരു വർഷത്തിനുള്ളിൽ തന്നെ പഴയ പോലെ തന്നെ മനോഹരമായ ജില്ലകൾ വന്നുകൊണ്ട് ഒരു ആലായിട്ട് വരും എന്നുള്ളതാണ് അവരുടെ കണക്ക്. എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഈ ആലിനെ KFRIക്ക് പറഞ്ഞിട്ടുള്ളത്? കേടുപാടുകൾ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ താഴ്ന്നു നിൽക്കുന്ന കുറേ ചില്ലകൾ വരുന്നുണ്ട്. അവിടെയൊക്കെ കുറേയൊക്കെ പൂതലിച്ച കുറേ കാര്യങ്ങളൊക്കെ അവർ കണ്ടെത്തി. അതൊക്കെ ഏകദേശം എത്ര പഴക്കമുണ്ടാവും? അതിപ്പോൾ പഴക്കം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് 100 വർഷത്തെ പഴക്കമുണ്ടെന്നൊക്കെ പറയുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പഴയ കാലത്ത് ഇവിടെ നായ്ക്കർ വിഭാഗക്കാർ താമസിക്കുന്ന പ്രദേശമായിരുന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു മേധാവിത്വത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പക്ഷേ അവരുടെ നാമധേയത്തിൽ തന്നെ വെച്ചതായിട്ടുള്ള ഒരു നായ്ക്കനാൽ എന്നുള്ള ഈ ആലിൻ്റെ പേര് വരാൻ തന്നെ കാരണം. അപ്പോൾ ഇതിന് പഴക്കം ഒരു പക്ഷേ 100 വർഷത്തിന് പഴക്കം തീർച്ചയായിട്ടും ഉണ്ടാവും. ഇതുമായിട്ടൊരു വിവാദം ഉണ്ടായിരുന്നു മുമ്പ്, മുറിച്ചു. അത് എന്തെങ്കിലും മുറിച്ചത് നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെയൊരു ഇതിൻ്റെ ഒരു അപകടാവസ്ഥ മനസ്സിലാക്കി നമ്മളതിൻ്റെ ജനങ്ങളെ സുരക്ഷിക്കുക. ക്ഷേത്രം തന്ത്രിയുമായിട്ട് ആലോചിച്ചു. ക്ഷേത്രം തന്ത്രിയായിട്ട് ആലോചിച്ച് തന്ത്രി തന്നെ അനുവാദം തന്നിട്ടുണ്ട്. തന്ത്രിയുടെ അനുവാദത്തോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ശക്തൻ പച്ചക്കറി മാർക്കറ്റിലെ ശൗചാലയം FITU ഉപവാസ സമരം സംഘടിപ്പിച്ചു. തൃശൂർ ശക്തൻ പച്ചക്കറി മാർക്കറ്റിൽ ഉടൻ ശൗചാലയം സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് FITU ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചു. FITU സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഹംസ എളനാട് അധ്യക്ഷനായി. വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ പ്രസിഡന്റ് MK അസ്ലം, FITU സംസ്ഥാന കമ്മിറ്റി അംഗം സരസ്വതി വലപ്പാട്, ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ലേബേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് അനീസ് പെരുമ്പിലാവ്, കാറ്ററിംഗ് ആൻഡ് ഹോട്ടൽ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് കാട്ടൂർ, വഴിയോര കച്ചവട ക്ഷേമ സമിതി ജില്ലാ പ്രസിഡന്റ് സുരേഷ് നോങ്ങല്ലൂർ, വെൽഫെയർ പാർട്ടി തൃശൂർ മണ്ഡലം പ്രസിഡന്റ് PH റഫീഖ് എന്നിവർ ഐക്യദാർഢ്യം അർപ്പിച്ചു. സമീറ നാസർ, അംബിക കൂരിക്കുഴി, മെഹ്റുനീസ ഇടവിലങ്ങ്, MH റിഷാദ്, അബ്ദുറഹ്മാൻ മുടിക്കോട് എന്നിവർ നേതൃത്വം നൽകി. FITU ജില്ലാ ജനറൽ സെക്രട്ടറി സത്താർ അന്നമനട സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് അഷ്റഫ് മങ്ങാട് നന്ദിയും അറിയിച്ചു.
നവനീത് ക്രിയേഷൻസ് കൊച്ചു പെൺകുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ പോരാട്ടം പ്രമേയമാക്കി മാജിക് ടൗൺ എന്ന ചിത്രീകരണം ജൂലൈ 15 ആരംഭിക്കുമെന്ന് സിന്ധു പ്രതാപ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രതാപ് സംവിധാനം ചെയ്യുന്ന സിനിമയിൽ തൃശൂരിലും പരിസര പ്രദേശങ്ങളിലും ചിത്രീകരണം നടക്കും. കൃഷ്ണ സഞ്ജീവനി, ശിവജി ഗുരുവായൂർ, IM വിജയൻ, ലിഷോയ്, വസന്ത ജയപ്രകാശ് ഒളരി, ആശ, ജിനേഷ് കൊടകര എന്നിവരും അഭിനയിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രതാപ്, അരുൺകുമാർ, ജയപ്രകാശ് ഒളരി, CG ബൈജു, KG ഷാജൻ എന്നിവരും പങ്കെടുത്തു. ഇമ്പിച്ചി ബാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയുടെ ധനസഹായത്തിന് അപേക്ഷിക്കാം. ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെടുന്ന വിധവകൾ, വിവാഹബന്ധം ഏർപ്പെടുത്തിയ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്കുള്ള ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്കാണ് അപേക്ഷ ക്ഷണിക്കുന്നത്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണ് ധനസഹായം നൽകുന്നത്. പരമാവധി വിസ്തീർണം 1200 ചതുരശ്ര അടിയിൽ കവിയരുത്. മുൻപ് നിർമ്മാണത്തിന് ധനസഹായം ലഭിച്ചിട്ടുള്ളവർ അപേക്ഷിക്കേണ്ടതില്ല. പ്രത്യേകം തയ്യാറാക്കിയ അപേക്ഷയും വിവരങ്ങളും ജില്ലാ കളക്ടറേറ്റിലെ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷനിൽ നേരിട്ടോ ജില്ലാ ന്യൂനപക്ഷ ക്ഷേമ സെഷൻ, ജില്ലാ കളക്ടറേറ്റ്, തൃശൂർ എന്ന വിലാസത്തിൽ തപാൽ മുഖേനയോ അപേക്ഷിക്കാവുന്നതാണ്. അവസാന തീയതി ജൂലൈ 31. കുട്ടനല്ലൂർ കോളേജ് റോഡിന്റെ പരിസരത്ത് നിൽക്കുന്ന ഗതാഗതത്തിനും കോളേജ് വിദ്യാർത്ഥിനികൾക്കും അപകടം നിറഞ്ഞ മരങ്ങളുടെ ശാഖകൾ പ്രകൃതി സംരക്ഷണം നൽകിക്കൊണ്ട് മുറിച്ചുമാറ്റുന്നതിന് PWD ഓഫീസിൽ ഡെപ്യൂട്ടി കളക്ടർക്കും പരാതി കൊടുത്തു. 40 ദിവസം കഴിഞ്ഞിട്ടും നടപടിയായില്ല. ഇതിനെ തുടർന്ന് ആം ആദ്മി പാർട്ടിയുടെ തൃശൂർ മണ്ഡലം കമ്മിറ്റിയും ഒല്ലൂർ മണ്ഡലം കമ്മിറ്റിയും ചേർന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചു. ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ ഐനിക്കൽ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മണ്ഡലം പ്രസിഡന്റ് ആന്റണി തട്ടിൽ അധ്യക്ഷനായി. ട്രഷറർ ജമീൻ അക്കര, തൃശൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് ടോജോ തിമോത്തി എന്നിവരും പങ്കെടുത്തു. നിവാസികളെ, നിങ്ങൾക്കെല്ലാവർക്കും ആം ആദ്മി പാർട്ടിയുടെ സ്നേഹത്തോടെ നമസ്കാരം. ഇന്ന് ഞങ്ങളിവിടെ ചെയ്യുന്ന പ്രതിഷേധം ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി മാത്രമല്ല, ഈ കുട്ടനാട് നിവാസികളുടെ ജീവനും ഗതാഗതത്തിനുള്ള ജീവനും ഭീഷണിയായിരിക്കുന്ന ഈ മരത്തിൻ്റെ ശാഖകൾ കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് വലിയ അപകടത്തിൽ നിന്നുള്ളൊരു സൂചനയ്ക്കായി ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റും തൃശ്ശൂർ മണ്ഡലം പ്രസിഡന്റും പോയി PWDയിൽ ഒരു പരാതി കൊടുത്തിട്ട് 40 ദിവസം കഴിഞ്ഞിട്ടും ഇതേവരെ ഇവിടെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. ഇനി ഈ ചില്ലകൾ വീണ് ഒരു അപകടമുണ്ടായി, ഒരു മരണമുണ്ടായതിനു ശേഷം മാത്രമാണ് ഇവർ നടപടി എടുക്കുക എന്നുള്ളതെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടിലേക്കാണ് കടന്നു പോകുന്നത്. ആം ആദ്മി പാർട്ടി ഓരോ നയങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നത് ജനങ്ങൾക്കുള്ള സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ ജനങ്ങളുടെ ജീവന് ബലിയർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. KSSPU തെക്കുംകര യൂണിറ്റിന്റെ സ്പെഷ്യൽ കൺവെൻഷൻ യൂണിറ്റ് പ്രസിഡന്റ് KK ഭരതൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ജോർജ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പുതിയ മെമ്പർമാരെ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് MJ അഗസ്റ്റിൻ സ്വീകരിച്ചു. ജില്ലാ കമ്മിറ്റി മെമ്പർ തോമസ് M മാത്യു, ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് CR രാധാകൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി രഘുനാഥൻ, ട്രഷറർ K നാരായണൻകുട്ടി എന്നിവർ ആശംസകൾ നടത്തി. യൂണിറ്റ് സെക്രട്ടറി MN കൃഷ്ണൻകുട്ടി സ്വാഗതം ആശംസിച്ച ചടങ്ങിന് ജോയിന്റ് സെക്രട്ടറി TS കുട്ടപ്പൻ മാസ്റ്റർ നന്ദി അറിയിച്ചു. ഒരു പേപ്പർ തയ്യാറാക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ട്രഷറി സേവിങ്സ് ബാങ്ക് ഇപ്പം പലരുടെ അക്കൗണ്ടിലേക്ക് ട്രഷറി ബാങ്ക് പൈസ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വന്നിട്ടുണ്ടാവും, ചിലർക്ക് വന്നിട്ടുണ്ടാവില്ല. അത് ഫോണുമായിട്ട് ലിങ്ക് ചെയ്യാത്ത ചില പ്രശ്നങ്ങളുണ്ട്. ഇത് ലോഗിൻ ചെയ്യാമെങ്കിൽ മെഡിസപ്പനെ സംബന്ധിച്ചും കേരള പെൻഷൻ പോർട്ടൽ, ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഇവയുമായിട്ട് ബന്ധപ്പെട്ട് ട്രഷറിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷനെ സംബന്ധിച്ചും മെഡിസപ്പനെ സംബന്ധിച്ചുള്ള അത്യാവശ്യം വിവരങ്ങൾ നമുക്ക് ഇത് കിട്ടും. അത് ഇനിയൊരു ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്തത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്, വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം.
എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO certified laboratory. മെഡിപ്ലസ് ഓർത്തോ ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി മൂക്ക് തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ? റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. അതെ, അവര് തിരിച്ചു മറിച്ചും ഒക്കെ ചോദിക്കും. പക്ഷെ നമ്മളെ വിട്ടൊന്നും പറയാൻ പോരുത്. അല്ലച്ചാ, സ്വർണം വാങ്ങാൻ പോയതാന്ന് പറഞ്ഞ എന്താ കുഴപ്പം? മോളെ, അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്ന് ഹോൾസെയിൽ വിലയിൽ കിട്ടിയോണ്ടാണല്ലോ നമുക്ക് ഇത്രയും സ്വർണം വാങ്ങാൻ പറ്റിയത്. ഈ രഹസ്യം ഇപ്പൊ അങ്ങനെ ആരും അറിഞ്ഞു ചോദിക്കണ്ട. ആഹാ, ഒരു രഹസ്യം പറയാനുണ്ട്. കല്യാണത്തിനുള്ള ആഭരണങ്ങള് നല്ല ലാഭത്തിൽ വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്, തൃശ്ശൂരിലെ അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അതെ അതെ. ആഭരണങ്ങൾ അഭിമാനത്തോടെ അന്ന ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പുറകുവശം, എരിഞ്ഞേരിയങ്ങാടി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. സമർപ്പണ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വാത്മീക പുരസ്കാരത്തിന് പിന്നണി ഗായിക KS ചിത്ര അർഹയായതായി ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഓഗസ്റ്റ് 12 രാവിലെ 9 മുതൽ രാത്രി 9 വരെ റീജിയണൽ തിയേറ്ററിൽ നടക്കുന്ന നാരായണ ഫെസ്റ്റിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് ക്വിസ് മത്സരം, രാമായണ പാരായണം, നൃത്താവിഷ്കാരം, മെഗാ തിരുവാതിര, ശബരി സൽക്കാരം, രാമായണ സംവാദം, ഗാനസന്ധ്യ എന്നിവയുണ്ടാകും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9744017701 9895300694 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. K. കിട്ടു നായർ, G. രാമനാഥൻ, തിരൂർ രവീന്ദ്രൻ, TC സേതുമാധവൻ, ശ്രീകുമാർ ആമ്പല്ലൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ ജില്ലയിൽ പട്ടികവർഗ വികസന വകുപ്പിന്റെ കീഴിലുള്ള വിവിധ ഓഫീസുകളിൽ മാനേജ്മെന്റ് ട്രെയിനുകളെ തിരഞ്ഞെടുക്കുന്നതിന് പട്ടികവർഗ വിഭാഗക്കാരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. വാർഷിക വരുമാനം 1 ലക്ഷത്തിൽ കവിയരുത്. തൃശൂർ ജില്ലക്കാരും മാത്രം അപേക്ഷിച്ചാൽ മതി. പ്രതിമാസ ഓണറേറിയം 10,000 രൂപ. എഴുത്തു പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ്. പൂരിപ്പിച്ച അപേക്ഷ ചാലക്കുടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസ്, ആമ്പല്ലൂർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിൽ ജൂലൈ 20 വരെ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 048027061000. വീട്ടുപരിസരത്ത് കൊതുക് വളരുന്നുണ്ടെങ്കിൽ കേസാകും, പിഴയടയ്ക്കാനും കോടതി ഉത്തരവ് എത്താം. വീട്ടുപരിസരത്ത് ധാരാളമായി കൊതുക് കൂത്താടികളെ കണ്ടെത്തിയതിനെ തുടർന്ന് വീട്ടുടമസ്ഥന് 2,000 രൂപ പിഴയടയ്ക്കാൻ കോടതി ഉത്തരവ്. കേരള പൊതുജനാരോഗ്യ നിയമം 2023 പ്രകാരമാണ് ഇരിങ്ങാലക്കുട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ വിധി. നിയമപ്രകാരമുള്ള സംസ്ഥാനത്തെ ആദ്യ ശിക്ഷാവിധിയാണ്. ഡെങ്കിപ്പനി വർദ്ധിച്ച സാഹചര്യത്തിൽ ജൂൺ മാസത്തിലും വീടുകളിൽ സ്ഥാപനങ്ങളിലും നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ആനന്ദപുരം സാമൂഹികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ KP ജോബി പുല്ലൂർ കോക്കാട്ട് വീട്ടിൽ ആന്റുവിനെതിരെ എടുത്ത കേസിലാണ് 2,000 രൂപ പിഴയടയ്ക്കാൻ വിധിച്ചത്. ഇയാളുടെ വീട്ടുപരിസരത്ത് ധാരാളമായി കൊതുക് കൂത്താടികളെ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് കേസെടുത്തത്. മെയ് 26 കേസ് ഫയൽ ചെയ്തു. ജില്ലയിൽ സമാനമായ രീതിയിൽ ഒല്ലൂരും കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിലും വിധിയായിട്ടില്ല. പൊതുജനാരോഗ്യ നിയമം 2023 വകുപ്പ് 53/1 പ്രകാരം 10,000 രൂപ വരെ പിഴ ചുമത്താനുള്ള അധികാരമാണുള്ളത്.
തൃശൂർ ജില്ലാ സ്പോർട്സ് യോഗ ചാമ്പ്യൻഷിപ്പ് 13-ന് VKN മെനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്യും. സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷനാകും. പ്രസിഡന്റ് ബാലചന്ദ്രൻ മുഖ്യാതിഥിയായിരിക്കും. സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രശാന്ത്, ശശികുമാർ, വിനീത എന്നിവർ പങ്കെടുത്തു. മലാല ദിനത്തിന് മുന്നോടിയായി മുല്ലശ്ശേരി ഗുഡ് ഷെപ്പേർഡ് സെൻട്രൽ സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി അർദ്ധദിന സെമിനാർ സംഘടിപ്പിച്ചു. സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ രാഖിൻ മരിയ അധ്യക്ഷത വഹിച്ചു. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാർത്ഥികളിൽ ഉണ്ടാകാനിടയുള്ള സ്വഭാവ വൈകല്യങ്ങളെ കണ്ടെത്തി സ്വയം തിരുത്താനുള്ള ആർജവം ഓരോ വിദ്യാർത്ഥിയും കാണിക്കണമെന്നും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സമൂഹം വാർത്തെടുക്കപ്പെടുക എന്നത് വിദ്യാർത്ഥികളുടെയാണെന്നും മാതാപിതാക്കളോടുള്ള സ്നേഹവും ബഹുമാനവും കാത്തുസൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന ജേതാവായ മലാല യൂസഫായുടെ പുസ്തകവും പേനയും ആയുധമാക്കാൻ ആവശ്യപ്പെട്ടത് വായനയുടെയും എഴുത്തിന്റെയും പ്രസക്തി വിദ്യാർത്ഥികളെ ബോധ്യപ്പെടുത്താനും ക്രിയാത്മകമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും വേണ്ടിയാണ്. സെമിനാറിനു ശേഷം മലാല ദിനത്തിന്റെ ഭാഗമായി പുസ്തകവും പേനയും കൈകളിലേന്തി വിദ്യാർത്ഥികൾ പ്രതിജ്ഞയെടുത്തു. സ്കൂൾ അക്കാദമി കോർഡിനേറ്റർ സുബിനി ദിനേശ് സ്വാഗതവും സ്കൂൾ ഹെഡ് സിർഷ ഡെന്നി നന്ദിയും അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന അസാപ് കേരളയുടെ ന്യൂ മീഡിയ കോഴ്സുകളിൽ സ്കോളർഷിപ്പോടുകൂടെ പഠിക്കുവാൻ അവസരം. വിവിധ കോഴ്സുകളിലായി 10% മുതൽ 50% വരെ സ്കോളർഷിപ്പ് ലഭിക്കും. അസാപ്പിന്റെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകളിൽ നടക്കുന്ന കോഴ്സുകളിൽ അതത് മേഖലകളിലേക്കുള്ള ഇൻഡസ്ട്രിയൽ സ്ഥാപനങ്ങളിൽ പരിശീലനവും നൽകും. 2024 ജൂലൈ 31 വരെ അപേക്ഷിക്കുന്നവരെ ഉൾപ്പെടുത്തി നടത്തുന്ന മത്സര പരീക്ഷയിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്കോളർഷിപ്പ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9495422535. മറ്റൊരിടവേള കൂടി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിന് സമീപം മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487237485. മൊബൈൽ 9061858682. വാർത്തകളിലേക്ക് വീണ്ടും. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാത മുടിക്കോട് പാണഞ്ചേരി ബസ് സ്റ്റോപ്പിന് സമീപം ചരക്ക് ലോറി ഡിവൈഡറിൽ തട്ടിമറിഞ്ഞു. രാത്രി 11 മണിക്കായിരുന്നു അപകടം. ലോറി ഡ്രൈവറും സഹായികളും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. മറിഞ്ഞ ലോറിയിലെ ചരക്ക് മറ്റൊരു ലോറിയിലേക്ക് മാറ്റി. ബാംഗ്ലൂരിൽ നിന്നും കാലടിയിലേക്ക് പേപ്പറുമായി പോയിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് PGSI പറഞ്ഞു. ബുധനാഴ്ച രാത്രിയായിരുന്നു അപകടം. 12:45 കൂടിയിട്ട് ഇത് ബാംഗ്ലൂരിൽ നിന്ന് കാലടിയിലേക്കുള്ള പേപ്പർ കൊണ്ടുപോകുന്ന കണ്ടെയ്നർ ലോറിയാണ്. ഏകദേശം 16ഓളം പേപ്പറിൻ്റെ ബാഗുകൾ വെച്ചാൽ റോളുകളുണ്ട്. അതുപോലെ കയറ്റ മഴ എന്ന കാരണം രാത്രി വണ്ടി സൗകര്യം ഇല്ലാത്തതുകൊണ്ട് കയറ്റാൻ പറ്റാതിരുന്നത്. അപ്പോൾ അത് കയറ്റി ഏകദേശം 1 മണിക്കൂറുള്ളിൽ കയറ്റി കഴിയുന്നതാണ് അവർ അറിയിച്ചിരിക്കുന്നത്. ഡ്രൈവർക്ക് ചെറിയ പരിക്കുണ്ട്. ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണം. തൃശൂർ ജില്ലയിലെ നടത്തറ പൂച്ചട്ടി സ്വദേശിയായ വിളക്കുപടിയിൽ സുബ്രൻ കഴിഞ്ഞ 40 വർഷമായി പ്രാചീന കലാരൂപങ്ങൾ അവതരിപ്പിച്ചു വരുന്നു. വട്ടമുടിയാട്ടം, തോറ്റംപാട്ട്, മരംകൊട്ട്, മുത്തപ്പൻ കളംപാട്ട്, ഭഗവതിക്കാവുകളിലെ എഴുന്നള്ളിപ്പ്, ചെറുനീലിപ്പാട്ട്, കരിനീലിപ്പാട്ട്, മുടിയാട്ടം എന്നിവയാണ് വിവിധ വേദികളിൽ അവതരിപ്പിക്കുന്നത്. കേരളത്തിൽ അപൂർവമായി മാത്രമാണ് ഇത്തരം കലകൾ അവതരിപ്പിക്കുന്നത്. സാംബവ സമുദായത്തിൽ ജനിച്ച സുബ്രൻ ആ സമുദായവുമായി ബന്ധപ്പെട്ട അനുഷ്ഠാന കലകൾ ഭാവി തലമുറകളിലേക്ക് പകർന്നു നൽകാൻ ഒരു പഠന കേന്ദ്രം ആരംഭിച്ചു. നിരവധി കുട്ടികൾ ഇവിടെ പഠിച്ച് അരങ്ങേറ്റം നടത്തിയതായി സുബ്രൻ പറഞ്ഞു. കൂടാതെ അനുഷ്ഠാന കലാരൂപങ്ങളായ വട്ടമുടി, കൈവഞ്ചി, മാണിമുടി, കരിങ്കാളിമുടി,
മരം മൂക്കൻ ചാത്തൻ തുടങ്ങിയവ നിർമ്മിച്ചു നൽകി വരുന്നു. ഇപ്പോൾ കേരള ഫോക്ലോർ അക്കാദമി മലവാഴിയാട്ടം അവതരിപ്പിച്ച സുബ്രനെ നാടൻ കലാരൂപ അവതരണത്തിനുള്ള സംസ്ഥാന അവാർഡ് നൽകി ആദരിച്ചിരിക്കുന്നു. ഇദ്ദേഹത്തെ കേരള യൂത്ത് ക്ലബ് അസോസിയേഷനും ജില്ലാ പൗരാവകാശ വേദി പ്രവർത്തകരും തൃശൂർ ജില്ലാ SC/ST പാർലമെന്ററി കമ്മിറ്റി, നാടൻ കലാവേദി, ആട്ടോർ, നാട്ടരങ്ങ്, കലാപീഠം, നാട്ടിക എന്നീ സംഘാടകർ നടത്തിയ ആശ്രയ ഭവൻ അങ്കണത്തിൽ വെച്ച് ആദരിച്ചു. അനുമോദന യോഗം ജില്ലാ പൗരാവകാശ വേദി ചെയർമാൻ ദാസൻ കാട്ടുങ്ങൽ ഉദ്ഘാടനം ചെയ്തു. EC സുമേഷ് അധ്യക്ഷനായി. ആൻഡ്രോ മോഹൻ തോട്ടുങ്ങൽ, കണ്ണൻ പൂച്ചട്ടി, രാജീവ് പുളിങ്കുഴി, ഡോക്ടർ EV മനോഹർ, PA ഷാജഹാൻ എന്നിവർ സംസാരിച്ചു. കേരളത്തിന്റെ തനത് സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും നാൾ വഴികളിൽ നിന്നും അവഗണനയുടെ ലോകത്തിലേക്ക് പുറന്തള്ളപ്പെട്ട ഒരു കലാരൂപം തൃശൂർ ജില്ലയിലെ സുബ്രൻ പൂച്ചട്ടി എന്ന കലാകാരനിലൂടെ പുനർജനിക്കുന്നു. സവർണ മേധാവിത്വം അവർണർക്കുമേൽ ആധിപത്യം പുലർത്തിയിരുന്ന ഇരുണ്ട കാലഘട്ടത്തിൽ ദൈവങ്ങളെപ്പോലും സ്വന്തം അധികാരത്തിൽ തളച്ചിട്ട കാലഘട്ടത്തിന്റെ ഓർമ്മകൾ പതുക്കെ പതുക്കെ മറവിയുടെ ലോകത്തിലേക്ക് നീങ്ങുന്ന ഈ കാലത്ത് മലവാഴിയാട്ടം എന്ന കലാരൂപം സുബ്രൻ പൂച്ചട്ടി അവതരിപ്പിച്ചു ജനശ്രദ്ധ നേടുന്നു. കരിനീലിയാട്ടം അല്ലെങ്കിൽ ചെറുനീലിയാട്ടം എന്നീ പേരുകളിലും മലവാഴിയാട്ടം അറിയപ്പെട്ടിരുന്നു. കേരളത്തിലെ ഗോത്ര സംസ്കാരത്തിന്റെ ഒരു അനുഷ്ഠാന കലയാണ് മലവാഴിയാട്ടം. മലവാഴിയുടെ ക്ഷേത്രം പാലക്കാട് ജില്ലയിലെ കല്ലടിക്കോട് മലനിരയിലാണ്. ഹൈന്ദവ സമുദായത്തിൽ പലരുടെയും ഭവനങ്ങളിൽ മലവാഴിത്തറയുണ്ട്. സവർണ മേധാവിത്വം കൊടികുത്തി വാണിരുന്ന കാലഘട്ടത്തിൽ അടിസ്ഥാന വർഗത്തെ ആശ്വസിപ്പിച്ച് അടക്കി നിർത്തിയത് അവരുടെ ഗോത്ര ദൈവങ്ങളായിരുന്നു. മഴവാഴി എന്ന മാതൃദേവത ഒരു വലിയ കുലത്തെയും ഗോത്ര സംസ്കൃതിയെയും തളരാതെ താങ്ങി നിർത്തിയെന്ന് കണക്കാക്കാം. ഇക്കൊല്ലത്തെ കേരള ഫോക്ലോർ അക്കാദമിയുടെ നാടൻ കലയ്ക്കുള്ള സംസ്ഥാന അവാർഡ് മലവാഴിയാട്ടം എന്ന നാടൻ പൈതൃക കലാരൂപം അവതരിപ്പിച്ച തൃശൂർ പൂച്ചട്ടി സ്വദേശി സുബ്രൻ പൂച്ചട്ടിക്കാണ്. അത് കാണാം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാർഷിക സർവകലാശാല ഫാം വർക്കേഴ്സ് യൂണിയൻ CI2 തൊഴിലാളികൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ ദിനം ആചരിച്ചു.
സ്കൂൾ കുട്ടികളെ ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന 500 ഗ്രാം കഞ്ചാവ് മിഠായി ഒല്ലൂർ പോലീസ് പിടികൂടി. UP സ്വദേശി രാജു സോങ്കറാണ് പിടിയിലായത്. ഭക്തജനങ്ങൾക്ക് ഭീഷണിയായ തൃശൂർ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്തെ നായ്ക്കനാലിലെ ആൽമരത്തിന്റെ ശാഖകൾ മുറിച്ചുമാറ്റി. ആൽമരത്തിന് ചികിത്സയും ആരംഭിച്ചു. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാത മുടിക്കോട് പാണഞ്ചേരി ബസ് സ്റ്റോപ്പിന് സമീപം പേപ്പർ റോൾ കയറ്റി വന്ന ലോറി മറിഞ്ഞു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.